ഈ പരിഹാസത്തിൽ ഏറ്റവും രസകരമായൊരു വസ്തുത, ഏതാണ്ടൊരു 10 കൊല്ലം മുൻപ് ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറയുന്നു, അതും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിൽ അന്നും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഒരു നാവുപിഴ സംഭവിച്ചു. എലിയട്ട് എന്ന് പറയുന്നതിന് പകരം വേഡ്സ്വർത്ത് എന്ന് പറഞ്ഞു. ഒരു പേര് മാറിപ്പോയി. അതാണ് പരിഹാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനം. ഇയാൾക്ക് എലിയട്ടിനെ അറിയില്ല, വേഡ്സ്വർത്തിനെയും അറിയില്ല, ആവശ്യമില്ലാതെ ഇയാൾ ഉദ്ധരണികൾ ഉപയോഗിക്കുന്നു എന്നിങ്ങനെ. നാവുപിഴ എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമല്ലേ? നാവുപിഴയ്ക്ക് പരിഹസിക്കുന്ന മനുഷ്യർ ഈ ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവുമോ? എന്നെ അതിശയിപ്പിച്ചത് മറ്റൊന്നാണ്. ചില വിദ്വാൻമാർ ഇത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പരിഹാസത്തിൻ്റെ കൊടി വാങ്ങി കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായി ഇപ്പോൾ മാറിയിട്ടുള്ള ശ്രീ VT ബൽറാമാണ്. അത് അതിശയകരമായിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും നാവ് പിഴയ്ക്കാത്ത കമ്പ്യൂട്ടർ മനുഷ്യരാണോ ഇവരെല്ലാം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഏതായാലും അങ്ങനെ ഒരാളല്ല. എനിക്ക് നാവുപിഴ സംഭവിക്കാം. ചിലപ്പോൾ വ്യക്തികളുടെ പേരുകൾ, ചിലപ്പോൾ സ്ഥലപ്പേരുകൾ, ചിലപ്പോൾ വർഷം, ചിലപ്പോൾ ഒരു വാക്ക് പകരം തെറ്റായ ഒരു വാക്ക് കടന്നു വരിക. ഇതൊക്കെ നിരവധിയായ പ്രസംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംഭവിക്കാവുന്നതേയുള്ളൂ. ഇതെല്ലാവർക്കും സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂതക്കണ്ണാടി വെച്ച് സൂക്ഷിച്ചു നോക്കി 2-3 നാവുപിഴകളാണ് എടുത്തുകൊണ്ടുവരുന്നത്. അത് പ്രചരിപ്പിക്കുന്നു, ആഘോഷിക്കുന്നു. ആ സവിശേഷമായ മാനസികാവസ്ഥയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം പോലും എന്തെങ്കിലും പ്രതിവിധി നിർദ്ദേശിക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അത്തരം പരിഹാസങ്ങൾ നടക്കട്ടെ. പരിഹസിക്കുന്നവരോട് എനിക്ക് പരിഭവമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ പരിഹാസത്തിൽ കൈകോർക്കുമ്പോൾ അവരെ ചിലത് ഓർമ്മിപ്പിക്കാതിരിക്കാനാവില്ല. അത് സംഘപരിവാർ നേതൃത്വത്തിലുള്ളവരാകുമ്പോൾ അവരെ എനിക്ക് വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നാവുപിഴ എന്നത് ആരുടെയും കുത്തകയല്ല, ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ നേതാവല്ല, ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി ഒരിക്കൽ ചെറുതായി ഒന്ന് നാവ് പിഴച്ചു. നമുക്കൊന്ന് കാണാം. गांधी की इच्छा पूरी करेंगे। मोहनलाल करमचंद गांधी हैं तो बिहार ने मोहनलाल करमचंद गांधी जी को महात्मा बना दिया, बापू बना दिया था. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അദ്ദേഹം മോഹൻലാൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഒരിക്കലും ബോധപൂർവമല്ല. അതിൽ ഗൂഢാലോചനയുമില്ല, ഒരു ദുഷ്ടബുദ്ധിയുമില്ല. അത് ഒരു നാവുപിഴയാണ്. ഇതിനാണ് നാവുപിഴ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിക്കും പറ്റാം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇനി ബൽറാമിനെ പോലെയുള്ളവർക്ക് നമുക്ക് മറ്റൊരു നാവുപിഴ കാണാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, കെ സുധാകരൻ അവറുകളെ, ഇതിൽ ഒരു ലോകസഭാംഗത്തിനാണ് നാവ് പിഴയ്ക്കുന്നത്. പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. KPCC പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ അത് BJPയുടെ പ്രസിഡന്റിന്റെ പേരായി മാറുന്നു. ബോധപൂർവമല്ല, ഇതൊരു കുറ്റവുമല്ല, ശിക്ഷിക്കാൻ വകുപ്പുമില്ല. ഇപ്പോൾ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആയുധങ്ങളുമായി ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും പോരാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നാവുപിഴകളൊക്കെ നല്ല നാവുപിഴകളാണ്, പൊറുക്കാവുന്ന നാവുപിഴകളാണ്. എന്നാൽ എനിക്കേതെങ്കിലും സാഹചര്യത്തിൽ ഒരു നാവുപിഴ ഉണ്ടായാൽ അത് ആക്രമിക്കേണ്ട, ദ്വയാർത്ഥ പ്രയോഗം നടത്തേണ്ട, അധിക്ഷേപിക്കേണ്ട, പരിഹസിക്കേണ്ട നാവുപിഴയാണ്. അത് ഞാനും അങ്ങനെ തന്നെ അംഗീകരിച്ചു തരുന്നു. പക്ഷേ പരിഹാസത്തിൻ്റെ കൊടിയെടുത്ത് തോളത്ത് വയ്ക്കുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സർവ്വസാധാരണമായൊരു കാര്യമാണെന്നും ഇത്തരം നാവുപിഴകളെയൊക്കെ സമൂഹം ആ നിലയിലാണ് കാണുന്നതെന്നും അതിൻ്റെ പേരിൽ പരിഹസിക്കാനും ആക്രമിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്നവരുടെ മാനസികാവസ്ഥ മാത്രമാണ് ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നതെന്നും ഓർത്താൽ നല്ലത്. ഇനിയും എത്ര നാവുപിഴകൾ, ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നാവുപിഴകൾ നമ്മുടെ മുന്നിലുണ്ട്, ചുറ്റുപാടുമുണ്ട്, ചരിത്രത്തിലെമ്പാടുമുണ്ട്. പക്ഷേ ആ നാവുപിഴകളെയൊക്കെ
പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ ആരെങ്കിലും മുതിരുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ മുതിരുന്നവർക്ക് ഇനിയും അതിന് ആരോഗ്യമുണ്ടാവട്ടെ. ഇനിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഞാൻ തന്നെ നടത്തിയ പ്രസംഗങ്ങളിൽ വേറെയും നാവുപിഴകൾ ഉണ്ടാവാം. അത്തരം കാര്യങ്ങളെല്ലാം ചികഞ്ഞെടുത്ത് ആക്രമണം നടത്താൻ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.